ആ കുട്ടിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാല് ഈ കുട്ടി അവിടെ ഇരിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാള് ഈ കുട്ടിനോട് കമ്പനി കൂടാൻ വന്നപ്പോ അവൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷമുണ്ട്. അവളോട് അവർ അത്രയും കാണിച്ചിട്ട് പോലും ആ ഒരു ദേഷ്യം ഒന്നും അവള് വെച്ചില്ല. എന്നോട് അവര് കൂട്ടുകൂടാൻ വന്നല്ലോ, ആ ഒരു സന്തോഷത്തിൽ അവൾ ഭയങ്കരമായിട്ട് സംസാരിച്ചു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ സംസാരിച്ചിട്ട് ഈ കുട്ടി പോയി. തിരിച്ച് ആ ഗ്യാങ് മൊത്തം ക്ലാസ്സിലോട്ട് വന്ന ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഈ കുട്ടീനെ പരമാവധി നാട്ടിച്ച് സംസാരിക്കാൻ വന്ന ആ കുട്ടി ഇവരോട് പറഞ്ഞു അവളോട് സംസാരിക്കുമ്പോൾ അവൾക്ക് വായനാറ്റം ഉണ്ടെന്ന്. ആ കുട്ടീനെ അത്രയും മെന്റലി തകർത്തിട്ട് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തുന്ന അമ്മാതിരി ഗ്രൂപ്പ് ഗേൾസ് ആണ്, ബോയ്സ് അല്ല, ഗേൾസ് ആണ് അത്. പുള്ളിക്ക് ആ കുട്ടിയുടെ അനിയനും എത്തിക്കാം. ഞാൻ അനുഭവിച്ച ആ ഒറ്റപ്പെടൽ, ആ ട്രോമയൊന്നും എന്റെ അനിയൻ അനുഭവിക്കരുതെന്ന്. അങ്ങനെ ഈ കുട്ടി ഇന്റർവെൽ ആവുമ്പോ എന്ത് ചെയ്യും, എപ്പോഴും അനിയന്റെ ക്ലാസ്സിൽ ചെന്ന് നോക്കും അവൻ എന്താ ചെയ്യുന്നത്. അവനും അപ്പൊ അവള് കണ്ടത് അവളെ തന്നെ അവിടെ. കാരണം ഞാൻ ഒറ്റപ്പെടുന്ന പോലെ തന്നെ അവനും. ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്, ഇവ മാത്രം കളിക്കുന്നില്ല, ക്ലാസ്സിൽ അടങ്ങിയിരിക്കുക. കുട്ടിയുടെ അനിയന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അവനും ഇതേപോലെ ഒറ്റയ്ക്ക്. അവളെന്താ ചെയ്തതെന്ന് വെച്ചാല് ആ കുട്ടീനെയും അനിയനെയും കൂടെ വിളിച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആവണം. ആ കുഞ്ഞു കുട്ടീനെ, ആ കുട്ടി എത്രയാ, 4ാം ക്ലാസ്സിൽ. അവളെന്താ ചെയ്തതെന്ന് വെച്ചാല് ചെറിയ കുട്ടിയാണെങ്കിലും താൻ ഒറ്റപ്പെട്ട പോലെ തന്റെ അനിയന് വരരുത്, അതേ അവളപ്പ ചിന്തിച്ചുള്ളൂ. അതെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. അതിപ്പോ ചെറിയ പ്രായത്തിലാണെങ്കിലും വലിയ പ്രായത്തിലാണെങ്കിലും നമ്മൾ സ്കൂള് മാറുമ്പോ ഒന്നെങ്കിൽ നമ്മളെ കൂട്ടത്തില് കുറച്ചൊരു 4-5 പേര് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൂടെ ഉണ്ടായാൽ നമുക്കൊരു കൂട്ടായി. ഇത് ഓൾറെഡി അവിടെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ ഒരു ഗ്യാങ് ആയിരിക്കും എപ്പോഴും ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലോട്ട് ഒരാൾ എത്തിപ്പെടുമ്പോ പെട്ടെന്ന് നമുക്ക് ഒറ്റപ്പെട്ട പോലെയും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവര് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ആ കുട്ടി ഒറ്റയ്ക്കല്ലേ, പുതിയതായി വന്നതല്ലേ, അവൾക്ക് നമുക്ക് കമ്പനി കൊടുക്കാം എന്ന മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.